രാഘവൻ നമ്പ്യാറും കേളുപണിക്കറും ഉറ്റ ചങ്ങാതിമാരായിരുന്നു. ഏതു നേരത്തും എല്ലാ കാര്യത്തിനും അവർ ഒന്നിച്ചായിരുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് മാത്രം തൻ്റെ ചങ്ങാതി ഇല്ലാതെ മാത്രമേ രാഘവൻ നമ്പ്യാർക്ക് പോകാൻ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ വർഷത്തിലൊരിക്കൽ കേളുപണിക്കർ ദൈവമാവുന്ന ഒരു ദിവസമുണ്ടാവും. അന്ന് തൻ്റെ ഉറ്റ ചങ്ങാതിക്ക് അനുഗ്രഹം നൽകാൻ കേളുപണിക്കർ മറക്കാറില്ല. റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പത്രവിശേഷം. പ്രതിരോധ മന്ത്രാലയം ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 14 വരെ വിവിധ ഘട്ടങ്ങളിലായി വയനാട്ടിൽ നടത്തിയ ദുരിതാശ്വാസ ചൂട് കല്ലുമ്മക്കായുണ്ട്, അതെടുക്കട്ടെ ഒന്ന്. അതെ, ഹലോ വേട്ടാ പറ. എന്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞാ? ഏകദേശം. എന്തേനു വൈകിട്ട് വേറെ പരിപാടി ഒന്നുമില്ലെങ്കിലേ ഇതിലെ കൂടി ഇറങ്ങിക്കോ. ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട് ഫോറിന്. ഇതിപ്പോ ലാഭമായാലോ. പിന്നെ പറമ്പിലേക്കാന്നേ, വീട്ടിലേക്കല്ല. രാത്രിയല്ലേ, ഞാൻ ഇറങ്ങാം. ഓക്കെ. ഹോസ്റ്റല്ല ഇന്നൊരു അടിയുണ്ട് എൻ്റെ അച്ഛൻ തൊട്ട്. എന്ത് വർത്താനാ? ഭാവി അമ്മായിപ്പം വിളിക്കും, പിന്നെ പോണ്ടേ? ഞാൻ പോവും. എൻ്റെ അച്ഛൻ നല്ല വൈബാണ്. മാത്രമല്ല രണ്ടെണ്ണം അടിച്ചിട്ട് വേണം നമ്മളെ കാര്യം നൈസായിട്ടൊന്ന് അവതരിപ്പിക്കാൻ. സ്വഭാവത്തിൽ എനിക്ക് എന്തായാലും പറയാൻ പറ്റില്ല, എനിക്കറിയില്ല. എന്തായാലും പിള്ളേർ രണ്ട് അടക്കമൊന്നുമില്ല. സീനൊന്നുമില്ല, അടിക്കൊന്നും വേണ്ട. നീ വെച്ചു, ഞാൻ വിളിക്കാം. അല്ല, നിങ്ങൾ അടി തുടങ്ങി? ഇത് എത്ര നേരമാണ് എന്നെയും കാത്ത് നിൽക്കുക? ഞാനൊന്ന് അടിച്ച്. നീ വരിക്ക്. ആടെ പൊടി ഉണ്ടാവേ, നോക്കണം. വാറ്റാണല്ലേ പിന്നെ നീ എന്ന് വിചാരിച്ച്? അടിപൊളി സാധനമാണല്ലോ. എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എടാ പിന്നെ തുടങ്ങിയല്ലോ എന്റെ ഫോൺ. എടാ ഓഫീസ് തൊട്ട് വീട്ടിൽ വന്നിട്ട് ആരായിരുന്നു വിളിക്കുന്നത്? ആരായത്? അതെനക്ക് തിരിഞ്ഞിന്. അല്ല, നമ്മളെ പരിചയപ്പെടുത്തുന്നില്ലല്ലോ. എടാ നീ ഓളയും കൂട്ടി നാട്ടിൽ തന്നെയല്ലേ വരണ്ട്? പരിചയപ്പെടുത്താപ്പ, സമയാട്ടാ. ആയിക്കോട്ടപ്പ, ആയിക്കോട്ടെ, നടക്കട്ട്. അല്ല, നിങ്ങളിന്ന് പുറത്തേക്ക് അടിയും പോയിട്ടൊന്നുമില്ല? ഈടെ പോവാനാടോ? ഞാൻ പെൻഷനായില്ലേ, എനിക്ക് കുറച്ചു കാലം വീട്ടിലിരുന്ന് സൂയിക്കിട്ട്.
ചില്ലന്നെ. അത് ചിപ്സല്ലോ. എടാ എൻ്റെ മോക്ക് ഒരു പ്രേമം കുടുങ്ങിയിട്ടുണ്ടോ എന്നൊരു തോന്നല്. അതിപ്പോ അങ്ങനെ വന്നേ? എന്തോ ചിലപ്പോ എൻ്റെ തോന്നലായിരിക്കും. അല്ല, ഓളങ്ങനെ വേണ്ടായാലും പോയി കുടുങ്ങൂല. ഓൾ എൻ്റെ മോള. ഇനിയിപ്പോ തോന്നലാണെങ്കിൽ തന്നെ എന്തെങ്കിലും കുണ്ടം കൂടോ നിങ്ങോട് പറയൂലേ? നല്ല നമുക്ക് അന്നേരം നോക്കാലോ. നല്ലതോ ചീത്തയോ എന്നുള്ള കാര്യമൊക്കെ അവിടെ വെക്കട്ടെ. ഇനിയിപ്പോ നീ പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ ഒരു നല്ല നമ്പ്യാർ വെക്കാനായ മതിയായിരുന്നു. പണ്ടത്തെ കാലൊന്നും അല്ലടോ ഇപ്പൊ. ഏത് നായ്ക്ക് വേണമെങ്കിലും ആരെ കെട്ടാന്നായില്ലേ? അതിനെതിരെ നമ്മളെന്ന് പറഞ്ഞു പോയാലോ അപ്പൊ പിടിച്ച് വർഗീയവാദിയായിക്കൊള്ളില്ലേ? ഒന്ന് ഫോൺ എടുത്തിട്ട് ആരാച്ച എന്നാച്ച പറയടോ ആലോസരോ. എല്ലാം തിരിച്ചു വിളിച്ചോളൂ. ഉണ്ടല്ലേ മോള. മോളെ ഇല്ല, അച്ഛൻ കടയിലാ. നീ ഭക്ഷണം കഴിച്ചാ? നാളെ എനിക്ക് ക്ലാസ് ഇല്ലേ മോളെ? ഓ, നാളെ ഗുരുസമാധിയാണല്ലേ? ഇല്ല, അച്ഛനിപ്പം വീട്ടിൽ പോകും. നീ കിടന്നുറങ്ങിക്കോ. ഗുഡ് നൈറ്റ് മോളെ. ഗുഡ് നൈറ്റ്. എടാ, നാളെ ഭാരവതി അല്ലേ? ഗുരുസമാധിയല്ല. ഇനിയിപ്പോ സാധനത്തിന് ഇപ്പൊ എന്നാ ചെയ്യാ? ഇത് എടാ, അതിപ്പോ തീരൂലെന്ന്. ഇപ്പൊ എന്നാ ചെയ്യാ? ഗുരുവിന്റെ ആളെ തന്നെ വിളിക്കാം. എടാ മോനെ ബിജുവേ, പവിത്രേട്ടനാടാ. എടാ പവിത്രേട്ടൻ ഇപ്പൊ എന്താ വിളിച്ചു വെച്ചാലേ, നാളെ നിങ്ങളെ ഗുരു സമാധിയായ ദിവസമല്ലേ? തിരിഞ്ഞിട്ടില്ല? എടാ, നാളെ നിങ്ങളെ ഗുരു സമാധിയായ ദിവസമല്ലേന്ന്. ഇപ്പൊ തിരിഞ്ഞില്ലേ? എടാ, നമുക്ക് നാളെ ഇടുന്ന സാധനം കിട്ടുക കുപ്പിയല്ലാണ്ട് ഇനി എന്തും. ബ്ലാക്കിലാ, ബ്ലാക്കിന്. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കേടാ. അപ്പൊ നമുക്ക് നാളെ കാണാം. എടാ, നീ പോക്കായ? ഓക്കെ. നീ പോട്. നീ പോയി എന്റെ ഓളോട് സോളു. പോയി തൊള്ളട്ടെ. എനിക്ക് എന്റെ ഓളെ കാണണ്ടേ? എന്റെ ഓളയാ. ഫോട്ടോ അയച്ചിട്ടുണ്ട്, നോക്കിക്കോ.